കളം വാടുകാര്, കളം നിറഞ്ഞതാര്? ഈ ഒരു ചോദ്യമാണ് ജനശബ്ദം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പ്രദീപൻ എന്നുള്ള പ്രേക്ഷകൻ ചിരിക്കുകയാണ്. പ്രദീപൻ, പറഞ്ഞോളൂ. ഹലോ, ഇപ്രാവശ്യം ജനങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ വോട്ട് ചെയ്യൂ. കേൾക്കാം, പറഞ്ഞോളൂ. ജനങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ വോട്ട് ചെയ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതിനെയും വലതിനെയും വർഷങ്ങളായി മാറി മാറി പരീക്ഷ വരികയാണ്. അപ്പോ ഈ അവസരത്തില് ഇടതിനെയും വലതിനെയും ഒരുപാട് തവണ മാറി മാറി പരീക്ഷിച്ച് അവര് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോ ഇപ്രാവശ്യം ജനങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ വോട്ട് ചെയ്യൂ. ഇപ്പോ ഒരു തൂക്ക് മന്ത്രിസഭ വരുമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, നന്ദി പ്രദീപൻ. കണ്ണൂരിൽ നിന്ന് പ്രദീപൻ എന്നുള്ള പ്രേക്ഷകനാണ് ചേർന്നത്. ശ്രീ എസ് ജീവൻ, നേരത്തെ ചില പ്രേക്ഷകർ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇക്കുറി കാര്യങ്ങൾ മാറും. ഒരു തൂക്ക് മന്ത്രിസഭ എന്ന നിലയിലേക്ക് അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ എത്താനുള്ള സാധ്യതയാണ് സാധാരണ പ്രേക്ഷകർ പോലും പ്രതികരിക്കുന്നത്. നേരത്തെ രാഷ്ട്രീയ വിദഗ്ധരടക്കം, രാഷ്ട്രീയ നിരീക്ഷകരടക്കം അത്തരത്തിലുള്ള ചില വിശകലനങ്ങൾ നടത്തുകയുണ്ടായി. നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഒപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ഇടതായാലും വലതായാലും, ഈ ഇടതിലും വലതിലുമാണ് ഇത് കൂടുതൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു, വി കെ ശ്രീകണ്ഠൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിയും മരുമകനും തമ്മിലുള്ള ബന്ധമടക്കം നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയം ഇന്നൊരു ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഇടമായി മാറിക്കഴിഞ്ഞു. മുമ്പ് നാടിന് വേണ്ടി എന്ന രീതിയിലായിരുന്നു രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചിരുന്നത്. നാടിന് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. അങ്ങനെ എത്രയോ പേര് നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കും. നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി പേരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും, രാഷ്ട്രീയ നേതാക്കളെ കാണാൻ സാധിക്കും, ഇടതിലും വലതിലും. പക്ഷേ അവിടെയല്ലേ വേറിട്ട് നിൽക്കുന്നത് എൻ ഡി എന്ന് പറയുന്ന ആ ഒരു മുന്നണി, ബി ജെ പി എന്ന് പറയുന്ന സഖ്യം, ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി, എൻ ഡി എന്ന് പറയുന്ന സഖ്യം. അവിടെ ദേശീയതയ്ക്കാണ് ഊന്നൽ നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, ദേശീയതയ്ക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ബി ജെ പി നേതൃത്വം, അവിടെ ആ ശബ്ദം വേറിട്ട് നിൽക്കുകയല്ലേ ശ്രീ എസ് ജീവൻ? ഇപ്പൊ താങ്കള് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് സ്ക്രീനിൽ ഞാൻ കണ്ട ദൃശ്യമെന്ന് പറയുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇ കെ നായനാരെ തോൽപ്പിച്ച, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തോൽപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം, ഒരു നായക പരിവേഷം ഉണ്ടായിരുന്നു. ഇപ്പോ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരാള് ഇനി ഈ പ്രായത്തിലും എന്തിന് മത്സരിക്കുന്നു എന്നൊരു ചോദ്യം ഇല്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വേറൊരാളെ കാണാൻ ഇല്ലാത്തതാണോ പ്രശ്നം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതാണ് പ്രശ്നം. കടന്നപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ 5 വർഷക്കാലം, 5 വർഷത്തിൽ കുറെ കാലം അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായ കാലത്ത് നമുക്കൊരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ സാന്നിധ്യം ജനങ്ങൾക്ക് അറിയണം. മന്ത്രി ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം ഉണ്ടായിരിക്കാം, കാർ ഉണ്ടായിരിക്കാം, പരിവാരങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയാത്ത ഒരാള് ഭരണാധികാരിയായിട്ട് കാര്യമില്ല. ആരെങ്കിലും പറയുമോ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ കാലയളവിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് ശബ്ദം പോലും ആരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല അല്ലേ? ഇല്ല. ഈ അത് കഴിഞ്ഞിട്ട് വീണ്ടും മത്സരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ടെന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. ഇതാണ് എനിക്ക് വേണ്ടി, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി എന്ന രീതിയിലേക്കാണ് ഇത്. ഈ രീതിയിൽ, കാരണം പണ്ടൊക്കെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അന്ന് അതിനെ അതിഭീകരമായിട്ട് അപഹസിച്ച നേതാക്കന്മാരുണ്ട്. എം പി വീരേന്ദ്രകുമാറൊക്കെ പണ്ടുകാലത്ത് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞ് ഞാൻ കൗതുകത്തോടു കൂടി കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ആ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. ഇപ്പൊ മക്കൾ രാഷ്ട്രീയ പ്രേമേന്ദ്രൻ
നമ്മൾ സാധാരണ വളരെ ചെറിയ പാർട്ടി, അതിൽ വേണ്ടത്ര നേതാക്കന്മാർ ഉണ്ട്. എന്നിട്ടും എന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പിടിവാശി കാണിക്കുക. അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നല്ലോ, ഈ പി ജെ ജോസഫ്. പി ജെ ജോസഫ് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒക്കെ നമ്മൾ പല ആളുകളും വിശേഷിപ്പിക്കും. ഏത് തലമുറയ്ക്ക് വേണ്ടിയിട്ട്? ആ പാർട്ടി പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിൽ വേറെ ഒരു നേതാവുമില്ലേ? അദ്ദേഹത്തിന്റെ മകൻ അബു അല്ലാതെ വേറെ ആരുമില്ലേ? അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് തന്റെ കുടുംബം. ഞാൻ മാറിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും തട്ടിയെടുക്കണ്ട എന്ന് വിചാരിച്ച അടുത്ത ആൾക്കായിട്ടാണ്. ഇങ്ങനെ TM ജേക്കബ് ചെയ്തിട്ടുണ്ട്, KM മാണി ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ എന്ത് പരിചയമുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊന്നുമില്ല. അതാണ് പറയുക, കൃത്യമായിട്ടും പാർട്ടിയുടെ നയപരിപാടികൾ വെക്കുകയാണ്. പാർട്ടിയുടെ ഒരു നിമിഷം ജീവൻ, ഇപ്പോൾ ചടയമംഗലത്തിൽ നിന്നും ബിനുകുമാർ എന്നുള്ള പ്രേക്ഷകൻ ചിരിക്കുകയാണ്. ബിനുകുമാർ, കേൾക്കാമോ? അതായത് ചടയമംഗലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും വർക്കർമാർക്കെല്ലാം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഗത്ഭനായ ചെറുപ്പക്കാരനായ അരുൺ രാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസമാണെന്ന്. അതെ, അതായത് സാറെ 30 വർഷത്തിന് മുമ്പ് അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊല്ലം ജില്ലയിൽ ആകെ കിട്ടിയ ഒരു വാർഡാണ് ചടയമംഗലത്തെ അക്കോണം വാർഡ് എന്ന് പറയും. അന്ന് ശരിക്കും പറയാൻ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു വാർഡ് മെമ്പറായിരുന്നു K ശിവദാസൻ. അദ്ദേഹത്തിന് ഏകദേശം 75-80 വയസ്സിട്ടുകൊണ്ട് അന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കൊക്കെ വളരെ പ്രായം കുറവാണ്. അപ്പോൾ ഒരു തലമുറ മാറ്റത്തിലൂടെ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം ചടയമംഗലത്തെ പാർട്ടി പ്രവർത്തകർക്കും മൊത്തത്തിൽ ജനങ്ങൾക്ക് വളരെ ഉത്സാഹമുള്ളൊരു കാര്യമാണ്. കാരണം അരുൺ രാജ് എന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരുടെയും വോട്ട് ഏകീകരിക്കാവുന്ന നല്ല സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതിൽ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാറെ പറയുകയാണെങ്കിൽ പണ്ടത്തെ കണക്കല്ല, കഴിഞ്ഞ 10-25 വർഷം BJPയുടെ വോട്ട് ആക്ക് മറിക്കും, അതായിരുന്നു നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ പത്രമാധ്യമങ്ങളുടെ എല്ലാ അജണ്ട. പക്ഷെ ഇന്ന് മാറിയിരിക്കുന്നു. അഭൂതപൂർവമായ രീതിയിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുടെ നേതാക്കന്മാരോ പാർട്ടി പ്രവർത്തകരോ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് BJPക്ക് അനുകൂലമായ നിശബ്ദമായ ഒരു അടിയൊഴുക്ക് വോട്ടിന്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഒരു വിവാദത്തിലും ചെന്ന് ചേരാതെ, ആരുടെയും വിവാദത്തിൽ വീണു കൊടുക്കാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തകർ ആവേശത്തോടുകൂടി മുന്നേറണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നന്ദി ശ്രീ ബിനുകുമാർ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. ശ്രീ S. ജീവൻ, നമുക്ക് പറഞ്ഞു നിർത്തിയിൽ നിന്നും തുടങ്ങുമ്പോൾ ഇപ്പോൾ ബിനുകുമാർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, തലമുറ മാറ്റം. ഈ തലമുറ മാറ്റം BJPയിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രകടമായത് നിതിൻ നബീലിനാണ്, BJPയുടെ ദേശീയ അധ്യക്ഷൻ. അങ്ങനെ ആകസ്മികമായി പല പ്രഗത്ഭരായ നേതാക്കളും നേതൃനിരയിലേക്ക് BJP കൊണ്ടുവരുന്നു. അവരൊക്കെയും കഴിവുറ്റ നേതാക്കളാണ്. എല്ലാ തഴക്കവും രാഷ്ട്രീയത്തിൽ നേടിയെടുത്ത നേതാക്കളാണ്. പക്ഷേ അവിടെ ഒരിക്കലും മക്കൾ മഹാത്മ്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ മക്കൾ മഹാത്മ്യം കാണാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ KM മാണി, ജേക്കബ്, ഇപ്പോൾ വരുന്ന ഈ ഇടത് മുന്നണിയും വലത് മുന്നണിയിലെയും നേതാക്കൾക്കിടയിൽ പോലും അത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു മാറി വരുന്ന ഇത്തരത്തിലുള്ള സാഹചര്യം, ഇടതും വലതും പിന്തുടരുന്ന ഒരു രാഷ്ട്രീയവും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട്, കഴിവിൽ ഊന്നി നിന്നുകൊണ്ട്, പ്രാഗൽഭ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയവും, ഈ രാഷ്ട്രീയവും എത്രത്തോളം ചർച്ചയാകും ഈ തെരഞ്ഞെടുപ്പിൽ? അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. കാരണം ഞാൻ BJPക്കാരനല്ലാന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാം. BJP അനുഭാവി പോലും അല്ല. പക്ഷെ നിഷ്പക്ഷമായി നോക്കുമ്പോൾ BJP അതിന്റെ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, അത് ഒരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ അന്ത്യം വരെ അദ്ദേഹം നിൽക്കുക എന്നുള്ളതോ ഏറ്റവും മുതിർന്ന ആള് BJPയുടെ പ്രസിഡന്റ് ആവുക എന്നുള്ളതൊന്നുമില്ല. BJP പ്രസിഡന്റുമാരായിട്ട് വരുമ്പോ പല ആളുകൾ അറിയപ്പെടാത്ത ആളുകളായിരിക്കാം. പക്ഷെ അവരുടെ സാന്നിധ്യം തെളിയിക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഓരോ നേതാവിനുമുള്ള കഴിവ് അത് അംഗീകരിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. പണ്ട് കാലത്ത് നമ്മളൊക്കെ ആലോചിച്ചിരുന്നത് KG മാരാർക്ക് ശേഷം അല്ലെങ്കിൽ O രാജഗോപാലിന് ശേഷം ആരായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആളുകൾ മാറി മാറി വന്നു. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വളരെ ശാസ്ത്രീയമായിട്ട് A ക്ലാസ് മണ്ഡലങ്ങൾ ആദ്യം എടുക്കുന്നു.
അവിടെ 47 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അവ കാരണം അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത്. ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളെ നിർത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് ആദ്യം ആ തീരുമാനം എടുക്കുന്നു. രണ്ടാമത് അടുത്ത തീരുമാനം പിടിച്ചെടുക്കേണ്ട മണ്ഡലങ്ങൾ. അങ്ങനെ കുമ്മനം പിടിച്ചെടുക്കേണ്ട ചില മണ്ഡലങ്ങൾ അവിടെ പ്രയാസമാണ്. പക്ഷെ എന്നാൽ പോലും A ക്ലാസ് മണ്ഡലത്തിലേക്ക് ഉയർത്തുകയോ അല്ലെങ്കിൽ ജയിക്കുകയോ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കുമ്മനത്തെ പോലെയുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകൾ നിർത്തുന്നു. പിന്നെ യുവതലമുറയ്ക്ക് പരമാവധി സ്ഥാനം കൊടുക്കുന്നു. അതിന്റെ പേരിൽ എന്നെ തഴഞ്ഞു എന്ന പേരിൽ ആരും കലഹിക്കുന്നില്ല. ഇപ്പൊ PS ശ്രീധരൻപിള്ളയെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്നിരുന്നു. PS ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നു. എനിക്ക് സീറ്റ് വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ മാധ്യമങ്ങൾ ഈ തരത്തിൽ വാർത്ത കൊടുക്കുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിനാകാം, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്, പലതവണ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, അദ്ദേഹം ഗവർണറായിട്ട് 2-3 സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഗവർണറായിട്ടുണ്ടായില്ല. അപ്പം 2 സംസ്ഥാനങ്ങളുണ്ടായില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ അത് തഴഞ്ഞു എന്ന രീതിയിൽ പറയുമ്പോൾ അദ്ദേഹം താല്പര്യപ്പെട്ടു എന്നാണല്ലോ വരേണ്ടത്. അപ്പം ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ആദ്യത്തെ ഞാൻ ഈ A ക്ലാസ് മണ്ഡലം തെരഞ്ഞെടുത്തിട്ട് സിറ്റിംഗ് MLA മാരൊന്നുള്ളതല്ലോ. എന്നാൽ പോലും A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ടത് കൃത്യമായിട്ടും ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളാണ് ആയിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഓരോ സ്ഥലത്തും ആളുകളെ കണ്ടെത്തി വെക്കുന്നു. അവിടെ മക്കൾ രാഷ്ട്രീയം ഉണ്ടാവുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഒക്കെ ചിന്തിക്കേണ്ടത് ആ രീതിയിലാണ്. ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുന്നു. അത് സാധാരണ ഇതിൽ പാർട്ടിക്ക് യോജിച്ചതല്ല, ജനാധിപത്യത്തിന് യോജിച്ചതല്ല. നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള കുടുംബാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ ദയനീയമായ കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ നിലയിൽ BJP കുറെ കൂടി ആ വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിന്നും രവീന്ദ്രൻ എന്നുള്ള പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. രവീന്ദ്രൻ പറഞ്ഞോളൂ. സാറെ പറയാ ഒരു ശകല സമയം തന്നെ. ഞാൻ നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തനായ സജീവ് സാറിനോടാണ് എനിക്ക് ചോദിച്ചത്. സജീവ് സാറിന്റെ ഒക്കെ ഡിബേറ്റുകളൊക്കെ ഞാൻ കാണുന്നതാണ്. സജീവ് സാറിന്റെ, ജയശങ്കർ സാറിന്റെ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള 2 പേരൊക്കെ. ജയശങ്കർ സാറിന്റെ ഒക്കെ ആ ഡിബേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയും തോന്നും, സന്തോഷവും തോന്നും, ഒരു വയറിറച്ച് ഒരു പ്ലേറ്റ് ചോറിന്റെ എന്നോട് തുന്നി തോന്നും. എന്ന് വെച്ചാൽ എല്ലാ രസമുണ്ട് ചർച്ച. സാറിനോട് ഞാൻ കണ്ടെന്ന് ചോദിക്കുക, സാറേ ഈ ഇന്നത്തെ കാലത്ത് ഈ ഡീല് അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന ഈ ജനങ്ങളെ കളിയാക്കുന്ന ഒരു സ്വഭാവമല്ലേ സാറേ ഈ ഇടതിനും വലതിനും കാണിക്കുന്നത്? ആ ജനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമല്ലേ? ജനങ്ങൾ ഇപ്പൊ പ്രബുദ്ധമായ ജനങ്ങളല്ലേ കേരളത്തിലെ, വിദ്യാഭ്യാസം വിവരമുള്ളവരല്ലേ? അത് സാറ് ചർച്ചയ്ക്ക് പോകുമ്പോൾ സാറൊന്ന് തികഞ്ഞ ഇതായിട്ട് പറയണം. അതുപോലെ ചാനലിന്റെ കാര്യം സാർ ഇപ്പൊ പറഞ്ഞു. എന്നാലും എന്താ പറയാ, ചങ്ക് പൊടിഞ്ഞു പോവാ സാറേ. ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലോട്ട് വരാൻ തന്നെ സാറിന് ഇവിടുത്തെ കേരളത്തിലെ ചാനൽ കാരണം ഈ ഇല്ലാത്ത കാര്യങ്ങളെ ഈ BJPയെ കുറ്റപ്പെടുത്തി ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയെ ഈ 2 പക്ഷത്തായിട്ട് നിന്നുകൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളുടെ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ കാലം പോലും ഞങ്ങൾക്ക് അന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഇന്ന് നിൽക്കുന്നത് ഒറ്റ ചാനലുള്ളൂ, ജനജാലമുള്ളൂ. ഈ ചാനലുകൾ കാണിക്കുന്നത് ശരിയാണോ സാറേ? നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഓരോ പറയുന്നുണ്ട്. നേരോടെ നിർഭയം, നിഷ്പക്ഷം, മണ്ണാക്കട്ട ഒലക്കേടെ മൂടുന്നൊക്കെ പറയും. ഇവനൊക്കെ എന്താ സാറേ കാണിക്കും? ശ്രീ രവീന്ദ്രൻ, ഇപ്പോൾ താങ്കൾക്ക് സജീവനോടുള്ള ചോദ്യമുണ്ട്, അതിനുള്ള ഉത്തരവും അദ്ദേഹം നൽകും. ശ്രീ സജീവൻ, അതൊന്നും ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് തെളിവോടുകൂടി കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച്, ഡീലിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് UDF BJPയുമായിട്ട് CPM അല്ലെങ്കിൽ LDF സഖ്യം ചേരുന്നു, അല്ലെങ്കിൽ രഹസ്യ ബാന്ധവം ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ LDFകാർ തിരിച്ച് UDFനോട് പറയുന്നു യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചില ഘട്ടങ്ങളിലൊക്കെ BJP നമുക്കറിയാവുന്ന പോലെ വടകരയിലും ബേപ്പൂരും ഈ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന സഖ്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ ചിലരിതൊക്കെ അതിനെക്കുറിച്ച് BJPയുടെ പഴയകാല നേതാക്കന്മാർ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതല്ല. ഇപ്പോൾ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ മാർഗങ്ങളും അവിടെ ഡീലിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല എന്നറിയാം. പണ്ട് കാലത്ത് തന്നെ സാധ്യതയില്ല. കാരണം 3% വോട്ട്, 4% വോട്ടൊക്കെ ആയിരുന്നു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ വോട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ
അതിനൊരു ന്യായീകരണം പറയാം. കാരണം അധികാരത്തിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ഇവിടെ അതല്ല, പല മണ്ഡലങ്ങളിലും BJP വളരെ മുന്നിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഇത് നോക്കിക്കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളും ഒന്നാം സ്ഥാനത്തുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഡി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിന്റെ പേരിൽ അത് UDF-കാരാണെങ്കിലും LDF-കാരാണെങ്കിലും അവർക്ക് തന്നെ അറിയാം അത്തരം ഡീലില്ല എന്നുള്ളത്. പിന്നെ അത് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ വിലപ്പോവുകയുള്ളൂ. ഇതാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്.